എഴുന്നള്ളിപ്പിൽ മാർഗനിർദ്ദേശങ്ങൾ കർശനമായും പാലിച്ചേ മതിയാകൂ എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഹൈക്കോടതി. ആനകളെ ഉപയോഗിക്കുന്നത് ആചാരത്തിന്റെ ഭാഗമല്ലെന്നും ഹൈക്കോടതി പറഞ്ഞു. 15 ആനകളെ എഴുന്നള്ളിക്കണമെന്നത് ആചാരമാണോ എന്ന് തൃപ്പൂണിത്തുറ ശ്രീ പൂർണ്ണത്രയീശ ക്ഷേത്രം ഭാരവാഹികളോട് കോടതി ചോദിച്ചു. ദൂരപരിധി പാലിച്ചാൽ 9 ആനകളെ മാത്രമേ എഴുന്നള്ളിക്കാനാകൂ എന്ന് ക്ഷേത്ര ഭാരവാഹികൾ കോടതിയിൽ അറിയിച്ചിരുന്നു. എങ്കിൽ 9 ആനകളുടെ എഴുന്നള്ളത്തുമായി മുന്നോട്ട് പോയിക്കൂടെ എന്നാണ് കോടതി തിരിച്ചു ചോദിച്ചത്. ജനങ്ങളുടെ സുരക്ഷ കൂടി പരിഗണിക്കേണ്ടതുണ്ടെന്നും മാർഗനിർദ്ദേശങ്ങൾ കർശനമായും പാലിച്ചേ മതിയാകൂ എന്നും ഹൈക്കോടതി പറഞ്ഞു. ആനയില്ലെങ്കിൽ ആചാരങ്ങൾ മുടങ്ങുമോ എന്നും ആനയില്ലെങ്കിൽ ഹിന്ദുമതം ഇല്ലാതാകുമോ എന്നും ഡിവിഷൻ ബെഞ്ച് ചോദിച്ചു. ആനകൾ തമ്മിൽ 3 മീറ്റർ അകലം വേണമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ടോ എന്ന് കോടതി ആരായുകയും ചെയ്തു. ആനപ്രേമികൾ ചങ്ങലയിൽ ബന്ധസ്ഥനായ ആനകളെ കണ്ടാണോ ആസ്വദിക്കുന്നതെന്ന് കോടതി പരിഹസിക്കുകയും ചെയ്തു. നാട്ടാനകളുടെ കുറവ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ഇന്നലെയും ആന എഴുന്നള്ളത്തുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി രൂക്ഷ വിമർശനമാണ് ഉയർത്തിയത്. ആന എഴുന്നള്ളിപ്പ് അനിവാര്യമായ മതാചാരമല്ലെന്നും അനിവാര്യമായ ആചാരമല്ലെങ്കിൽ ഉത്സവങ്ങൾക്ക് ആന എഴുന്നള്ളിപ്പ് തുടരാനാവില്ലെന്നും കോടതി പറഞ്ഞു. കൂടാതെ ഒരു കാര്യം ഏറെക്കാലമായി സംഭവിക്കുന്നത് കൊണ്ട് മാത്രം അനിവാര്യമായ മതാചാരമാകില്ലെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. എഴുന്നള്ളിപ്പിന് ആനകൾ തമ്മിലുള്ള അകലം 3 മീറ്റർ തന്നെ കർശനമായി പാലിക്കേണ്ടതാണെന്നും കോടതി വ്യക്തമാക്കി.